നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്നത്തെ അധ്യായത്തിൽ നോക്കുന്നത് ഒരു ശത്രു സംഹാര മന്ത്രമാണ്. ശത്രുവിൻ്റെ ഉപദ്രവം സഹിക്കവയ്യാതെ വരുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഒരു മന്ത്രം പ്രയോഗിക്കാവുന്നതാണ്. ഈ ഒരു മന്ത്രം ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ദേഷ്യമുള്ള വ്യക്തികളോടോ അല്ലെങ്കിൽ അവരുടെ വളർച്ചയിലൊക്കെ നമുക്ക് വിദ്വേഷം തോന്നിയിട്ടൊന്നും പ്രയോഗിക്കേണ്ട മന്ത്രമല്ല. ന്യായമായിട്ടും നമ്മളെ ദ്രോഹിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ തൊഴിലിന്, നമ്മുടെ കുടുംബത്തിന്, നമുക്ക് തന്നെ ആപത്തായിട്ട് വരുന്ന ഏതൊരു ശത്രുവിന് മേലും നമുക്ക് ഈ ഒരു മന്ത്രം പ്രയോഗിക്കാം. നരസിംഹദേവൻ്റെ മന്ത്രമാണ്, ബീജാക്ഷര മന്ത്രമാണ്. ആ ഒരു മന്ത്രം ഞാൻ ഈ പറയുന്ന പ്രത്യേക ഒരു ചിട്ടയോടുകൂടി നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ഒരു 18 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഈ ഒരു ക്രിയയുടെ ഫലം നമുക്ക് മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ ഒരു മന്ത്രത്തിലേക്ക് കടക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത്തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ ജ്യോതിഷപരമായിട്ട് പരിഹരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. അതിന് വേണ്ടുന്ന പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിച്ച് നൽകുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജനന സമയം അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്തോ നക്ഷത്രമോ ഇല്ലാത്ത ആളുകൾക്ക് അവരവരുടെ കൈരേഖകൾ, മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകൾക്ക് അവരുടെ കൈയുടെ രേഖയുടെ ഫോട്ടോ തന്നു കഴിഞ്ഞാലും നമുക്ക് അവരുടെ ഫലങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ കൃത്യമായിട്ട് പരിഹരിക്കാൻ വേണ്ടുന്ന നിർദ്ദേശങ്ങൾ നൽകാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു നമ്പർ അതിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്ക് മന്ത്രത്തിലേക്ക് കടക്കാം. ഓം ഷൗം നമ എന്നാണ് മന്ത്രം. വളരെ ലളിതമായിട്ടുള്ള മന്ത്രമാണ്. പക്ഷെ അതിൻ്റെ ഉച്ചാരണം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതാണ്. ഓം എന്നത് എല്ലാവർക്കും അറിയുന്നതാണ്. ക്ഷൗം എന്ന് പറയുമ്പോൾ അതിൻ്റെ ആദ്യത്തേത് ക്ഷ ഞാനിവിടെ മലയാളത്തിൽ എഴുതി കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്ഷ, ര, ഓം, മ അവസാനം വരുമ്പോഴത്തേക്കും മ എന്നുള്ളൊരു ശബ്ദവും കൂടി വരണം. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ഷ, അതുപോലെ തന്നെ രണ്ടാമത്തെ ഉച്ചാരണം രായാണ് വരുന്നത്. മൂന്നാമത് വരുന്നത് ഔ, അവസാനം മ എന്ന് ചേർന്നാണ് ക്ഷൗം എന്നാണ് വരുന്നത്. അപ്പോൾ അത് ഞാൻ ഇംഗ്ലീഷിൽ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കത് നിസ്സാരമായിട്ട് പഠിക്കാൻ സാധിക്കുന്നതാണ്. 28 തവണ വീതമാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. നിത്യേന വൈകുന്നേരങ്ങളിലോ അല്ലെങ്കിൽ പ്രഭാത സമയത്തോ ഈ ഒരു മന്ത്രം 28 തവണ വീതം ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ചുവന്ന വസ്ത്രം കൂടി ഈ ഒരു ഉപാസന വേളയിൽ ധരിക്കേണ്ടതാണ്. എന്നിട്ട് നമ്മുടെ ഈ ഒരു മന്ത്രജപശേഷം നമ്മുടെ കാര്യം പറയുക. ഒരു വ്യക്തിയെ നശിപ്പിക്കാനല്ല, നമ്മുടെ സങ്കടം ഭഗവാനോട് പ്രാർത്ഥിക്കുക. നരസിംഹദേവൻ പിതാവിനെ പോലെ തൻ്റെ ഭക്തരെ സംരക്ഷിക്കുന്ന ഒരു അത്ഭുതകരമായിട്ടുള്ള മൂർത്തിയാണ്. ഒരിക്കലെങ്കിലും അദ്ദേഹത്തിൻ്റെ മന്ത്രം ഉപയോഗിച്ച ആളുകൾക്കത് മനസ്സിലാവും. അപ്പം അത്തരത്തിൽ ആ ഒരു ശത്രുവിന് 18 ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അവരുടെ നാശം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ശത്രു ക്ഷയിക്കുന്നതാണ്, ആ ശത്രുവിൻ്റെ ശക്തി. അപ്പോൾ നമ്മുടെ മിത്രമായിട്ട് അല്ലെങ്കിൽ നമ്മളോട് സഹകരിക്കുന്ന രീതിയിലുള്ള മനോഭാവത്തിലേക്ക് അവർ വളരെ വേഗം വരുന്നതായിരിക്കും. അത്ര അതീവ ശക്തിയുള്ള മന്ത്രമാണ്. അപ്പോൾ നമുക്കിത് മഹാദേവനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഗുരുവായി സങ്കല്പിച്ച് ചെയ്യാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ്. അപ്പോൾ ഈ ഒരു മന്ത്രം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.